ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ലാസ്റ്റ് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ? റെക്റ്റാങ്കിളിൻ്റെ പഠിച്ചു, സ്ക്വയർ പഠിച്ചു, പാരലോഗ്രാം പഠിച്ചു, ട്രയാങ്കിൾ പഠിച്ചു. അടുത്തത് ഏത് ഷേപ്പാ? സർക്കിൾ. സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലായിരുന്നേ? നമ്മുടെ കയ്യിലൊക്കെ കിടക്കുന്ന വളയില്ലേ, വളയൊക്കെ ഒന്ന് ഓർത്തോണം കേട്ടോ. അപ്പോൾ ആ ഷേപ്പിൻ്റെ ഏരിയ എത്ര, അതിൻ്റെ പെരിമീറ്റർ എത്ര, അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു സർക്കിള്, ഒരു സർക്കിൾ എടുത്തരാം. സോറി, നമുക്കൊരു സർക്കിള്, ഇതല്ലേ ഒരു സർക്കിള്. നമുക്ക് ഇത്തിരി വെയിലിതാക്കിയേക്കാൻ പറ്റില്ല മക്കളെ. കണ്ടല്ലോ, ഇതാണ് സർക്കിള്. സർക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാ സർക്കിൾ വരയ്ക്കണേ? ഒരു കോമ്പസ് വെച്ച് നടുക്കൊരു കുത്തിട്ട് ആ കുത്തിന്ന് ഒരു ഫിക്സഡ് ലെങ്ത് ഇങ്ങോട്ട് എടുത്തു, എന്നിട്ട് ഇവിടെ കുത്തി കറക്കി വരയ്ക്കും. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം എത്രയായിരുന്നോ അതേ നീളം തന്നെയാ ഇവിടുന്ന് ഇങ്ങോട്ട്. കോമ്പസിന്റെ ലെങ്ത് മാറ്റാതല്ലേ വരയ്ക്കുന്നേ, അതേ ലെങ്ത് ആണ് ഇങ്ങോട്ട്. അതായത് സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റന്റ് ആ എല്ലാ പോയിന്റും. അപ്പോൾ ഈ ഈക്വൽ ഡിസ്റ്റന്റ് അഥവാ നമ്മൾ ആ കോമ്പസിൽ എടുത്ത മെഷർമെന്റിലെ അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ്. എന്തെന്നാണ്? റേഡിയസ്. റേഡിയസിനെ നമുക്ക് ഏത് ലെറ്റർ കൊണ്ട് കാണിക്കും? സ്മോൾ ലെറ്റർ R കൊണ്ട് കാണിക്കാം. ക്യാപിറ്റൽ ലെറ്റർ R ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ടേം പഠിച്ചേ റേഡിയസ്. റേഡിയസ് എന്ന് വെച്ചാൽ എന്താണ്? സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ R ഉപയോഗിച്ച് കാണിക്കും. അപ്പൊ പുതിയൊരാളെ കാണിച്ചു തരാം. ഓൺ ദ സർക്കിളിൽ നിന്നും സെന്ററിൽ കൂടി വരയ്ക്കുന്ന വരയാണ് ഡയമീറ്റർ. അപ്പൊ സർക്കിളിലെ രണ്ട് പോയിന്റുകളെ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ, അവനെ വിളിക്കുന്നത് എന്താ? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരെന്താ? കോഡ് എന്നായിരുന്നു. ഇപ്പൊ എന്താണ്? സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യണം, സർക്കിളിലെ രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്യണം, അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരെന്താണ്? ഡയമീറ്റർ. എന്താണ്? ഡയമീറ്റർ. ഡയമീറ്ററിനെ നമുക്ക് സ്മോൾ ലെറ്റർ D വെച്ചോ ക്യാപിറ്റൽ ലെറ്റർ D വെച്ചോ കാണിക്കാം. ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഈ റേഡിയസും ഇവിടെ ഒരു റേഡിയസ്, അഥവാ ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? 2R ആണ്. അഥവാ രണ്ട് റേഡിയസുകൾ ചേരുമ്പോഴാണ് ഒരു ഡയമീറ്റർ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ എന്താണ് സർക്കിളിന് റേഡിയസ് ഉണ്ട്. റേഡിയസ് എന്ന് വെച്ചാൽ നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ആ കോമ്പസിൽ എടുക്കുന്ന മെഷർമെന്റ് ഇല്ലേ, അതാണ്. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ എല്ലാ പോയിന്റിലേക്കുള്ള ഓൺ ദ സർക്കിളിലുള്ള എല്ലാ ലെങ്തും സെയിം ആയിരിക്കും. അവരെ നമ്മൾ സ്മോൾ ലെറ്റർ R അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ R ഉപയോഗിച്ച് കാണിക്കും. സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കോഡ്. സർക്കിളിനെ രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്യുകയും അത് സെന്ററിൽ കൂടെ പാസ് ചെയ്യുകയും ചെയ്താൽ അവനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയമീറ്റർ. അതിനെ എങ്ങനെ കാണിക്കും? സ്മോൾ ലെറ്റർ D കൊണ്ടോ ക്യാപിറ്റൽ ലെറ്റർ D കൊണ്ടോ കാണിക്കും. അപ്പൊ നോക്കിയപ്പോഴാണ് കണ്ടത് ഡയമീറ്റർ ഉണ്ടാകുമ്പോൾ രണ്ട് റേഡിയസുകൾ ഉണ്ട് അവിടെ. അതുകൊണ്ട് ഡയമീറ്ററിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി 2R. ഇനി മക്കൾ പഠിക്കേണ്ട രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഏരിയ ഓഫ് എ സർക്കിൾ. ഏരിയയുടെ ഇക്വേഷൻ, ഏരിയ എന്ന് വെച്ചാൽ എന്താ? ഈ സർക്കിള് നിങ്ങൾ ഒരു വളയൊക്കെ എടുത്ത് ഒരു വട്ടം വരച്ചു, അല്ലെ കോമ്പസ് കൊണ്ട് ഒരു വട്ടം വരച്ചു. ആ കോമ്പസിനെ വരച്ച സർക്കിളിനെ നമ്മൾ പെയിന്റ് ചെയ്യുക. പെയിന്റ് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ട്, ഇതിലിപ്പോ സ്കൈ ബ്ലൂ പോർഷൻ കാണുന്നില്ലേ, അത്രയും ഭാഗം എത്രയാണെന്നാണ് ചോദ്യം. അതിനെയാണ് ഏരിയ എന്ന് വിളിച്ചത്. ആ ഷേപ്പിന്റെ അകത്തുള്ള പോർഷനെയാണ് നമ്മൾ ഏരിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ പൈ R സ്ക്വയർ. R എന്നാ മക്കളെ? റേഡിയസ്. പൈ എന്താന്ന് പറയാം? പൈ ഒരു കോൺസ്റ്റന്റ്. പൈക്ക് ഉള്ള വില, പൈയുടെ വില 22/7 ആണ്. ചില കേസുകളിൽ നമ്മൾ പൈയുടെ വില 3.14 എന്ന് കൊടുക്കും. 3.14 എന്ന് വെച്ചാൽ എന്താ? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാ. 3.14ൽ തീരുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അത് അതിന്റെ ടെർമിനേറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നവർക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ അവാർഡൊക്കെ കിട്ടും. ഇതിന്റെ കുറേ പോയിന്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും ടെർമിനേറ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഒരു നമ്പറാണ് കേട്ടോ. അപ്പോൾ പൈക്ക് രണ്ട് വാല്യൂസ് 22/7 3.14. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ അവരെ തന്നെ ഉപയോഗിക്കണം. ചില ക്വസ്റ്റ്യനിൽ പറയും 22/7 ഉപയോഗിച്ച് ചെയ്യുക, ചിലത് പറയും 3.14 ഉപയോഗിച്ച് ചെയ്യുക.
ചിലത് ഒന്നും പറയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിച്ചോ. ഏരിയ പറഞ്ഞില്ലേ. അടുത്ത ആളാണ് പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോർക്കണം? നിങ്ങളുടെ കയ്യിൽ ഒരു വളയുണ്ട്, ഒരു കമ്പിയുടെ വള. നിങ്ങൾ അതിനെ രണ്ടായിട്ട് മുറിച്ച് ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചിട്ട് അങ്ങോട്ട് വലിച്ച് നിവർത്തി വെച്ചു. അപ്പൊ എന്തുണ്ടാകും? അന്നേരം അതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇരിക്കത്തില്ലേ? ആ സർക്കിളിനെ നമ്മൾ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വലിച്ചു നിവർത്തി വെച്ചു. അപ്പൊ ഒരു ലെങ്ത് കിട്ടത്തില്ലേ? ആ ലെങ്ത് എത്ര എന്നാണ് ചോദ്യം. ഇക്വേഷൻ 2πr. എന്താണ്? 2πr. ഈ രണ്ട് ഇക്വേഷൻ മക്കൾ കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇപ്പോഴും നല്ല +1ഉം +2ഉം നിങ്ങൾ എത്ര കാലം പഠിക്കുന്നുണ്ടോ അത്രയും കാലം സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിച്ചോ, അത്രയും കാലം ഇത് വേണ്ടി വരും. ഓക്കെ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ് പറഞ്ഞത്? ഫൈൻഡ് ദ സർക്കംഫറൻസ്. സർക്കംഫറൻസ് എന്ന് വെച്ചാൽ എന്താ? പെരിമീറ്റർ എന്നാ പറയുന്നത്. സർക്കംഫറൻസ് എന്ന് വെച്ചാൽ എന്താ തന്നെ? പെരിമീറ്റർ കേട്ടോ. വാക്ക് കേട്ടിട്ട് അയ്യോ പഠിച്ചില്ല എന്ന് വിചാരിക്കരുത്. ഫൈൻഡ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിത്ത് ദ ഫോളോയിങ് റേഡിയസ്. അപ്പൊ നമുക്ക് ഓരോന്ന് ചെയ്യാം. എ പാർട്ട് ചെയ്യാം. അവര് പറഞ്ഞു എന്ത് റേഡിയസ് എത്ര എന്നാ പറഞ്ഞത്? റേഡിയസ് 14 സെന്റിമീറ്റർ ആണ്. കണ്ടോ അവര് പൈ തന്നത്? എത്രയായിട്ട് എടുക്കാനാ പറഞ്ഞത്? 22/7 എടുത്താൽ മതി. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇതിനെ ഇക്വേഷനിൽ ഇടുമ്പോൾ നമുക്ക് ഈ 14 ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി പറഞ്ഞു തന്നത്. മനസ്സിലായോ? അപ്പൊ സർക്കംഫറൻസ് അഥവാ പെരിമീറ്റർ. പെരിമീറ്റർ പറ. പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? ഓർത്ത് നോക്ക്. 2πr. 2πr തൊട്ട് മുമ്പിൽ പറഞ്ഞല്ലേ ഉള്ളൂ 2πr. പറ. 2 ഇൻറ്റു പൈ എത്ര? പൈക്ക് അവർ പറഞ്ഞു 22/7 കൊടുക്കാൻ. ഇൻറ്റു ആർ എത്ര മക്കളെ? 14. 7ഉം 14ഉം കൂടെ വെട്ടിക്കൂടെ? അപ്പൊ ഇവിടെ 1 ആകും, ഇവിടെ 2 ആകും. മൾട്ടിപ്ലൈ ചെയ്. 2 ഇൻറ്റു 22 എത്ര കിട്ടും? 44. 44 ഇൻറ്റു 2 എത്ര കിട്ടും? 88 എന്ത്? സെന്റിമീറ്റർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പെരിമീറ്ററിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെന്റിമീറ്ററോ മീറ്ററോ ഒക്കെ ആയിരിക്കും. ഏരിയയുടേതാകുമ്പോൾ മീറ്റർ സ്ക്വയർ ഒക്കെ ആവും. അങ്ങനെയാണെങ്കിൽ ബി പാർട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ബി പാർട്ട് റേഡിയസ് എത്ര പറഞ്ഞേ? റേഡിയസ് 28 മില്ലിമീറ്റർ ആണ്. യൂണിറ്റ് ശ്രദ്ധിച്ചോണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ പറ. പെരിമീറ്റർ എന്നോ സർക്കംഫറൻസ് എന്നോ ഇഷ്ടമുള്ളത് ഇരിക്കും കേട്ടോ. പെരിമീറ്റർ എത്ര? 2πr ആണല്ലേ. 2πr is equal to, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയാണേ. 2 ഇൻറ്റു പൈക്ക് എത്ര വില? 22/7 കൊടുക്കാൻ അവർ പറഞ്ഞ്. ഇൻറ്റു ആർ എത്ര? 28. വേണ്ടേ? 7ഉം 28ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. എത്ര? 4 ടൈംസ്. അപ്പൊ നോക്ക്. 2 ഇൻറ്റു 22 എത്ര? 44 ആയി. 44 ഇൻറ്റു 4 എത്ര? 44 ഇൻറ്റു 4. 4 4s are 16. ഇവിടെ ഒരു 1 വരും. 4 4s are 16. 16 plus 1 7. എത്ര കിട്ടി? 176 എന്ത്? മില്ലിമീറ്റർ. മനസ്സിലായ മക്കളെ? റേഡിയസ് തന്നു, സർക്കംഫറൻസ് ആണ് ചോദിച്ചത്. സർക്കംഫറൻസ് എന്ന് വെച്ചാൽ പെരിമീറ്റർ ആണ്. പെരിമീറ്ററിന്റെ ഇക്വേഷൻ ഇടുക. അതിൽ ആറിന് പകരം തന്നേക്കുന്ന വാല്യൂസ് ഇടുക. പൈക്ക് പകരം അവർ പറഞ്ഞു 22/7 ഇടാൻ. അതുകൊണ്ട് പൈക്ക് പകരം 22/7 ഇട്ടു. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ മക്കൾ സി പാർട്ട് ഒന്ന് ഹോംവർക്ക് ചെയ്ത് നോക്കണം കേട്ടോ. സി പാർട്ട് ഹോംവർക്ക് ചെയ്ത് നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ എക്സസൈസ് നമ്പർ ഒന്നും ഇടണ്ട. മക്കൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചോ. അതുകൊണ്ടാണ് മിസ് ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും പറയാത്തെ. ഷഫിൾ ചെയ്താ ഞാൻ ക്വസ്റ്റ്യൻ തരുന്നത്. ഞാൻ ഗ്രൂപ്പിൽ ഇടുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ അങ്ങനെ അങ്ങനെ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ശരിക്കും എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? ഇപ്പൊ തേർഡ് എക്സസൈസ്. ഫസ്റ്റ് എക്സസൈസിൽ റെക്ടാംഗിളും സ്ക്വയറും പഠിച്ചു. രണ്ടാമത്തെ എക്സസൈസ് ട്രയാംഗിളും പാരലോഗ്രാമും പഠിച്ചു. മൂന്നാമത്തെ എക്സസൈസ് ചെയ്തു കേട്ടോ. നോക്ക്. ഇഫ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കുലർ ഷീറ്റ് 154. അപ്പൊ എന്ത് തന്നു? സർക്കംഫറൻസ് തന്നു. ഇതിൽ ഞാൻ ചുമ്മാ സർക്കംഫറൻസ് എടുത്തോ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോ. സർക്കം
സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു അവർ തന്നത് ആദ്യം എഴുതാം 154 മീറ്റർ. ഇനി സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാവുന്നത് കൂടെ എഴുതാം. സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു മക്കളെ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ തന്നെത്താനെ ഒന്ന് എഴുതാൻ നോക്കുക. എന്നിട്ട് ഇത് മിസ് ഇടുന്ന നോട്ടുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക കേട്ടോ. സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു 154 ആണെന്ന് അവർ പറഞ്ഞു, നമുക്കറിയായിരുന്നു സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും സർക്കംഫറൻസ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്തുകൂടെ? അപ്പൊ എങ്ങനെ എഴുതാം? 2πr ഇസ് ഈക്വൽ ടു 154. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു പൈക്ക് എത്ര വില? 22/7 ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു 154. മിസ് ഇപ്പോഴും ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ചില്ല. നമ്മൾ കിട്ടിയ ഡേറ്റ ഒന്ന് ഇട്ട് നോക്കിയതാ. ഇട്ട് നോക്കിയാൽ ഉറപ്പായിട്ടും ഇതിനകത്ത് നമുക്ക് ആറെ റിസോൾവ് ചെയ്യാമായിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ നോക്ക്, ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡിവൈഡ് ചെയ്ത 7 ഇപ്പറേ വരുമ്പോൾ ഇൻറ്റു 7 ആകും. അതായത് 2 ഇൻറ്റു 22 ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു 154 ഇൻറ്റു 7 എന്ന് വരും. ഇവിടെ എന്താ? 2 ഇൻറ്റു 22 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. വേണമെങ്കിൽ എനിക്ക് ഇതിനെ 2 ഇൻറ്റു 22 44 ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു 154 ഇൻറ്റു 7 എന്നൊക്കെ എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഞാൻ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണില്ല മക്കളെ. കാൽക്കുലേഷൻ കോംപ്ലക്സ് ആവുക ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്തതിനെ എല്ലാം അവസാനം ക്യാൻസൽ ചെയ്യേണ്ടി വരും. മക്കൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ആർ ഇസ് ഈക്വൽ ടു ഇപ്പറേ സൈഡിൽ ആരുണ്ട്? 154 ഉണ്ട്, ഇൻറ്റു 7 ഉണ്ട്. ഇവിടെ എന്താ? 2 കൊണ്ടും 22 കൊണ്ടും ആറിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പറേ വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും. അതായത് ഈ സൈഡിൽ മുകളിൽ കിടക്കുന്നവന്മാര് ഇപ്പറേ സൈഡിൽ വരുമ്പോൾ താഴെ വരും. അതായത് 2 ഇൻറ്റു 22 എവിടെ വരും? താഴെ വരും. ഈ 2ഉം ഈ 154ഉം കൂടെ ക്യാൻസൽ ചെയ്തോടെ? 2നെ ക്യാൻസൽ ചെയ്താൽ 1 കിട്ടും. 154നെയോ 15ൽ 7 തവണ ബാലൻസ് 1 ഉണ്ട്. ആ 1നെ ഇങ്ങോട്ട് എടുക്കുക. 14ലോ 7 തവണ. അപ്പോഴാണ് നോക്കുന്നത് ദേ 11 കൊണ്ട് വെട്ടാം. 11 ഇൻറ്റു 2 എത്ര? 22. 11 ഇൻറ്റു 7 എത്ര? 77. അപ്പൊ 11 കൊണ്ട് വെട്ടി ഇതിനെ വെട്ടിയാൽ 2 എന്ന് കിട്ടും, ഇതിനെ വെട്ടിയാൽ 7 എന്ന് കിട്ടും. ആർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഇവിടെ ഇപ്പൊ 7 ഉണ്ട്, 7 ഉണ്ട്. 7 ഇൻറ്റു 7. താഴെ എന്തുണ്ട്? 1 ഇൻറ്റു 2 ഉണ്ട്. 1 ഇൻറ്റു 2 എത്ര? 2. അഥവാ 49/2 എന്ന് കിട്ടി. അത്രയും എന്ത്? യൂണിറ്റ് നോക്കി. ഇവിടെ എത്ര യൂണിറ്റ്? മീറ്റർ ആണ്. അത്രയും മീറ്റർ. ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. എന്നാലും ഒന്നുകൂടെ പറയാം. എന്താണ്? സർക്കംഫറൻസ് അവർ തന്നു. അവർ തന്ന സർക്കംഫറൻസ് നമ്മൾ നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് ശ്രദ്ധിക്കുന്നത്? സർക്കംഫറൻസ് ഇക്വേഷൻ നമുക്ക് അറിയാലോ എന്ന് ഇക്വേഷൻ ഇട്ട് കൊടുത്തു. പൈക്ക് തന്ന വാല്യൂ ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഡിവൈഡഡ് ബൈ, ഇവിടെ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 7നെ ഇപ്പറേ മുകളിലെത്തി. മുകളിൽ കിടക്കുന്ന 2 ഇൻറ്റു 22നെ താഴെ എഴുതി. ക്യാൻസൽ ചെയ്തു. അവസാനം അങ്ങനെ ആർ ഇസ് ഈക്വൽ ടു കിട്ടി. ആർ ഇസ് ഈക്വൽ ടു കിട്ടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? റേഡിയസ് കണ്ടുപിടിച്ചില്ലേ? എന്താ അവർ പറഞ്ഞേ? ഓൾസോ ഫൈൻഡ് ദ ഏരിയ ഓഫ് ഷീറ്റ്. ഏരിയ കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ? നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു, ഏരിയയുടെ ഇക്വേഷൻ എന്താ ഓർത്തേ? പൈ ആർ സ്ക്വയർ. പൈക്ക് എത്ര കൊടുക്കാനാണ് അവർ പറഞ്ഞേ? 22/7 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? ആർ എന്ന് പറഞ്ഞാൽ 49/2 ആണ്. അപ്പൊ ആർ സ്ക്വയർ എത്ര? 49/2 ഇൻറ്റു 49/2. ഇതേ മക്കളെ 7ഉം 49ഉം കൂടെ ക്യാൻസൽ ചെയ്തൂടെ? 7 1 ടൈംസ് 7, ഇവിടെ 7 ടൈംസ്. ദേ 2ഉം 22ഉം കൂടെ ക്യാൻസൽ ചെയ്തൂടെ? 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് ഇത് 1 ആകും, ഇത് എത്ര ആകും? 11 ആകും. ഇനി വല്ലതും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തൊക്കെയുണ്ട് മിച്ചം? മുകളിൽ ഒരു 11 ഉണ്ട്, മുകളിൽ ഒരു 7 ഉണ്ട്, മുകളിൽ ഒരു 49 ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ ഒരു 1 ഇൻറ്റു 1 ഇൻറ്റു 2 ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? നമുക്കിനി മൾട്ടിപ്ലൈ ചെയ്യാം. ഇനിയൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. 11 ഇൻറ്റു 7 എത്ര? 11 ഇൻറ്റു 7 നമുക്കറിയാം 77. 77 ഇൻറ്റു 49 ഡിവൈഡഡ് ബൈ 2. ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 77 ഇൻറ്റു 49 എത്ര നോക്കാം? 9 7s are
63. ഇവിടെ ഒരു 6 വരും. ഇവിടെ 9 7s are 63. 63യും 6ഉം കൂടെ എത്ര? 69. ഇനി 4 7s are 28. ഇവിടെ ഒരു ക്യാരി 2 വരും. 4 7s are 28. 28യും 2ഉം കൂടെ എത്ര ആവും? 33 7. ഇവിടെ 1 വന്നു. 7 3. എത്ര കിട്ടി? 3773/2. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ കാൽക്കുലേഷൻ ആണ്. ഇനി എന്ത് ചെയ്യണം? 3773 ഡിവൈഡഡ് ബൈ 2. 3ൽ എത്ര തവണ ഉണ്ട്? ഒരു തവണ. ബാലൻസ് 1. ഇവിടുത്തെ 7 താഴേക്ക് വന്നു. 17ലോ 8 ടൈംസ് 8 2s are 16. ബാലൻസ് 1 ഉണ്ട്. ഇവിടുത്തെ 7 പിന്നെയും താഴേക്ക് വന്നു. ഇപ്പോഴും 17 വന്നു. എത്ര തവണ? 8 തവണ. എത്ര? 16. ബാക്കി 1. ഇനി ആരെ ഇറക്കാം? പിന്നെ ആ ലാസ്റ്റ് കിടക്കുന്ന 3യെ കൂടെ ഇറക്കാം. 13ൽ എത്ര തവണ? 6 ടൈംസ്. 13ൽ എത്ര തവണ? 6 ടൈംസ്. 6 2s are 12. ബാക്കി 1. ഇനി ഇറക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. 0 ഇടുമ്പോൾ ഇവിടെ എന്തെണ്ണം? 10ൽ എത്ര തവണയുണ്ട്? 2. 5 ടൈംസ്. 5 2s are 10. റിമൈൻഡർ 0. അപ്പോൾ എന്ത് കിട്ടി? ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 1886.5. 1886.5 എന്ത് യൂണിറ്റ് എന്തായിരുന്നു മക്കളെ? മീറ്ററിലായിരുന്നു. ഏരിയയുടെ യൂണിറ്റ് അപ്പം എന്താകും? മീറ്റർ സ്ക്വയർ. ഒന്നും ചെയ്തില്ല മക്കളെ. നിങ്ങൾ ഇവിടെ ഇട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് 22 × 49 × 49 കണ്ടുപിടിച്ചതിന് ശേഷം ക്യാൻസൽ ചെയ്യാൻ നോക്കുകയോ ഡിവൈഡ് ചെയ്യാൻ നോക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഒരുപാട് സമയം പോകും കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യണം? മാക്സിമം ക്യാൻസൽ ചെയ്തതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ തന്നേക്കുന്നേ? ഫിഗർ കണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും വായിക്കുന്നില്ല. അതിന് മുന്നേ ഒരു സർക്കിൾ, അതിന്റെ പുറത്തൊരു സർക്കിൾ. ഓക്കെ, എന്താ സംഭവം എന്ന് നോക്കിയേക്കാം. എ ഗാർഡനർ want to a fence a gardener want to a fence a circular garden of diameter 21 meter. അപ്പൊ എന്താണ്? ഡയമീറ്റർ തന്നതല്ലേ? അപ്പോ ഡയമീറ്റർ ഓഫ് ഗാർഡൻ എഴുതാം. എന്തെഴുതാം? ഡയമീറ്റർ ഓഫ് ഗാർഡൻ. ഡയമീറ്റർ ഓഫ് ഗാർഡൻ എത്ര മക്കളെ? നമ്മൾ വായിക്കുന്നിടത്തുനിന്ന് ഗിവൺ ഡേറ്റ് എഴുതിക്കോണം കേട്ടോ. എത്രയാണെന്നാ പറഞ്ഞത്? 21 മീറ്റർ. ഡയമീറ്റർ തന്ന സ്ഥിതിക്ക് നമുക്ക് ആരെ കണ്ടുപിടിക്കായിരുന്നു? റേഡിയസ് കണ്ടുപിടിക്കായിരുന്നു അല്ലേ? റേഡിയസ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? ആലോചിച്ച് നോക്ക്. ഡയമീറ്ററിന്റെ പകുതിയാ. കാര്യം എന്താ? നമുക്കറിയായിരുന്നു. ദേ ഇവിടോട്ട് ശ്രദ്ധിച്ചോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് സർക്കിള്. സർക്കിളിന്റെ സെന്ററിൽ കൂടെ പോകുന്നതാണ് ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് റേഡിയസ് ആണ്. ഇവിടെ ഇൻറ്റു 2 ചെയ്തു. ഈ 2 ഇപ്പറേ എടുത്ത d/2 = r എന്ന് കിട്ടിയില്ലേ? അതായത് എന്താ? ഡയമീറ്ററിന്റെ പകുതിയാണ് എന്ത്? റേഡിയസ്. അങ്ങനെ റേഡിയസ് ഓഫ് എന്ത് കിട്ടി? ഗാർഡൻ കിട്ടി. അപ്പൊ റേഡിയസ് വേണമെങ്കിൽ ഇവിടോട്ട് ഒന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്ക് റേഡിയസ് ഓഫ് എന്ത്? ഗാർഡൻ. റേഡിയസ് ഓഫ് ഗാർഡൻ = 21/2 മീറ്റർ. ഞാൻ അതിനെ പോയിന്റ് ഒന്നും ആക്കുന്നില്ല തൽക്കാലം. 21/2 അതുപോലെ ഇടുക. കാര്യം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ബാക്കി വായിച്ചോ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ റോപ്പ് ഹി നീഡ് ടു പർച്ചേസ്. അയാൾ എന്ത് ചെയ്യാൻ പോവാ? ഒരു റോപ്പ് വാങ്ങാൻ പോവാ. ഇഫ് ഹി മേക്ക് 2 round of fence. 2 റൗണ്ട് ഫെൻസ് ഉണ്ടാക്കാൻ പോവാ. ഓൾസോ ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് റോപ്പ്. എന്ത് കണ്ടുപിടിക്കണം? കോസ്റ്റ് ഓഫ് റോപ്പ്. ഇഫ് ഇറ്റ് കോസ്റ്റ് 4 per meter. ഒരു മീറ്ററിന് എന്താ പറഞ്ഞ? 1 മീറ്ററിന് 4 രൂപയാകുമെങ്കിൽ മൊത്തം എത്ര രൂപയുടെ എന്ത് വേണം? റോപ്പ് വേണമെന്നാണ് ചോദ്യം. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്? ഒരു ഗാർഡൻ ഉണ്ട്, ഒരു ഗാർഡനർ ഉണ്ട്. അയാൾ എന്തുണ്ടാക്കാൻ പോകുന്നു? ഒരു എന്താണ്? റോപ്പ് വാങ്ങാൻ പോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? 2 round of fence ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെയാണെങ്കിൽ എത്രമാത്രം റോപ്പ് വേണമെന്നും അതായത് റോപ്പിന്റെ നീളം എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റഡ് ഏരിയ ആണോ പെരിമീറ്റർ ആണോ? പെരിമീറ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എത്രമാത്രം റോപ്പ് വേണമെന്നും ചോദിച്ചു, റോപ്പിന് മൊത്തം എത്ര രൂപയാകുമെന്നും ചോദിച്ചു. അപ്പൊ നമുക്ക് എന്തെടുക്കാം, ഒരു റൗണ്ട് ഉണ്ടാക്കാൻ എത്ര മീറ്റർ വേണമെന്ന് നോക്കാം. അപ്പൊ ഒരു റൗണ്ട് ഫെൻസ് ഉണ്ടാക്കാൻ എത്ര രൂപ വേണമെന്ന് നോക്കാം. അപ്പോ എന്തെഴുതാം, നമുക്കിപ്പോ എങ്ങനെ എഴുതി വെക്കാം, അതിനൊരു സ്റ്റേറ്റ്മെന്റ് വേണമല്ലോ. നമുക്ക് ഇങ്ങനെ എഴുതാം, ലെങ്ത് ഓഫ് റോപ്പ്, നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്, ലെങ്ത് ഓഫ് റോപ്പ് അല്ലേ. ലെങ്ത് ഓഫ് റോപ്പ് റിക്വയർഡ് to make one round fence, എത്ര, ഒരു റൗണ്ട് ഉണ്ടാക്കാൻ എത്ര നീളം വേണം, 2πr. കാര്യം നീളമല്ലേ, നീളമായതുകൊണ്ട് പെരിമീറ്ററാ. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ. എത്ര മക്കളെ, അവർ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് 22/7 ഉപയോഗിക്കാൻ. ഇൻറ്റു ആർ എത്ര, 21/2 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ആയി പോയില്ലേ. ഈ 7ഉം 21ഉം കൂടെ ക്യാൻസൽ ആയി, ഇവിടെ 3 കിട്ടും. 22 ഇൻറ്റു 3 എത്ര, 66 മീറ്റർ. അപ്പൊ എത്ര മീറ്റർ റോപ്പ് വേണം, 66 മീറ്റർ. അപ്പൊ അയാൾ എന്താ, ഇതിപ്പോ ഒരു റൗണ്ട് ഉണ്ടാക്കാനുള്ളതേ ആയുള്ളൂ. ഇനി എന്ത് ചെയ്യണം, ഒരു റൗണ്ട് കൂടെ ഉണ്ടാക്കണം അല്ലേ. അപ്പൊ രണ്ടാമത്തെ റൗണ്ടിനും എത്ര തന്നെ വേണ്ടി വരും, 66 തന്നെ വേണ്ടി വരും. അതായത് ഇപ്പൊ നിങ്ങള് നമുക്ക് ഇങ്ങനെ എഴുതാം, ലെങ്ത് ഓഫ് റോപ്പ് required to make 2 round of fence എത്ര, ഏതാ ലോജിക്ക്, ഒരു കിലോ പഞ്ചസാരക്ക് 66 രൂപ, അങ്ങനെയെങ്കിൽ 2 കിലോ പഞ്ചസാരക്ക് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, 2 ഇൻറ്റു 66 എന്ന് പറയത്തില്ലേ. അതേ ലോജിക്ക് തന്നെ ഒരു റൗണ്ടിന് 66 മീറ്റർ, അങ്ങനെയാണെങ്കിൽ 2 റൗണ്ടിന് എത്ര വേണം, 2 ഇൻറ്റു 66 വേണം. എത്ര വരും, 132 എന്ന് വരും. എത്ര വരും, 132 മീറ്റർ എന്ന് പറയും. അപ്പൊ നമ്മൾ മൊത്തം എത്ര മീറ്റർ കയർ പർച്ചേസ് ചെയ്തു, 132 മീറ്റർ. പിന്നെന്താ അവര് പറഞ്ഞത്, അവര് പിന്നെയും പറഞ്ഞു കോസ്റ്റ് ഓഫ് റോപ്പ് എത്ര, 1 മീറ്ററിന് 4 രൂപ. കോസ്റ്റ് ഓഫ് 1 മീറ്റർ റോപ്പ്, 1 മീറ്റർ റോപ്പിന് എത്ര രൂപയാണ്, 4 രൂപ. മൊത്തം നമുക്ക് എത്ര മീറ്റർ വേണം, 132 മീറ്റർ. അപ്പോൾ കോസ്റ്റ് ഓഫ് 132 മീറ്റർ റോപ്പ്, 132 മീറ്റർ റോപ്പിന് എത്ര രൂപയാകുമെന്ന് ചോദിച്ചാൽ 132 ഇൻറ്റു 4 എത്ര കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 2s are 8, 4 3s are 12, 1 5. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. 528 റുപ്പീസ് വേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ എന്താണ്, ഒന്നുകൂടെ നോക്കിക്കോ, ഈ ഫിഗറിലേക്ക് കോൺസെൻട്രേഷൻ പോകണ്ട. ഒരു ഗാർഡനർ ഉണ്ട്. ഓക്കെ, മക്കൾ വരയ്ക്കുമ്പോൾ ഈ ഫിഗർ വരയ്ക്കണ്ട കേട്ടോ. ഒരു ഗാർഡനർ ഉണ്ട്, അയാൾക്കൊരു സർക്കുലർ ഗാർഡൻ ഉണ്ട്. അയാൾ അവിടെ ഒരു ഫെൻസ് ഉണ്ടാക്കാൻ പോകുന്നു. അതിന് ഒരു റൗണ്ട് ഫെൻസ് അല്ല, 2 റൗണ്ട് ഫെൻസ് ഉണ്ടാക്കാൻ പോകുന്നു. അതിന് എത്രമാത്രം റോപ്പ് വേണമെന്നും, ഒരു മീറ്റർ റോപ്പിന് 4 രൂപയാണെങ്കിൽ മൊത്തം എത്ര രൂപയാകുമെന്നാണ് ചോദ്യം. അപ്പോൾ ഫെൻസ് ഉണ്ടാക്കാൻ റോപ്പാണ് വേണ്ടതല്ലേ. അപ്പൊ റോപ്പിന്റെ നീളമല്ലേ, ലെങ്ത് അല്ലേ, അതായത് പെരിമീറ്റർ റിലേറ്റഡ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഡയമീറ്റർ എഴുതി. നമുക്കറിയാം ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. ഓക്കെ, അങ്ങനെ റേഡിയസ് കണ്ടുപിടിച്ചു 21/2. അതിനെ 10.5 എന്നൊക്കെ എഴുതിയാൽ കാൽക്കുലേഷൻ കോംപ്ലക്സ് ആയിപ്പോകും കേട്ടോ. ആൻസർ സെയിം കിട്ടും, പക്ഷെ കുറെ സമയം എടുക്കും. എന്നിട്ട് നമ്മൾ പറയുന്നു ഒരു റൗണ്ട് ഫെൻസിന് എത്ര വേണം. ഒരു റൗണ്ട് ഫെൻസ് എന്ന് പറയുമ്പോൾ
ഒരു സർക്കിളിന്റെ പെരിമീറ്റർ എത്ര 2πr 2 ഇൻറ്റു പൈക്ക് വാല്യൂ കൊടുത്തു റേഡിയസിന് വാല്യൂ കൊടുത്തു. അപ്പം നമുക്ക് ഒരു റൗണ്ട് ഫെൻസിന്റെ വാല്യൂ കിട്ടി. അതിന് എത്രമാത്രം റോപ്പ് വേണമെന്ന് കിട്ടി. അപ്പം 2 റൗണ്ടിന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം 2 ഇൻറ്റു ഒരു റൗണ്ടിന്റെ വാല്യൂ കിട്ടി. അങ്ങനെ മൊത്തം 132 മീറ്റർ ഉണ്ടെന്ന് കിട്ടി. അപ്പോഴാണ് നോക്കിയത് എന്താണ് 1 മീറ്ററിന് 4 രൂപയാണ്. അപ്പം മൊത്തം 132 മീറ്ററിന് എത്ര രൂപയാകും 132 ഇൻറ്റു 4 വരും. ക്ലിയർ ആണോ മക്കളെ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ചോദിച്ചാലേ നമുക്ക് മനസ്സിലാവും. അല്ലാതെ അയ്യോ ചോദിച്ചതിനെ വഴക്ക് പറയുവോ വല്ലതും തിരിച്ച് ചോദിക്കുമോ എന്നൊന്നും വിചാരിക്കരുതേ. നെക്സ്റ്റ്, ഫ്രം എ സർക്കുലർ ഷീറ്റ് ഓഫ് റേഡിയസ്, ഇതൂടെ 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് നിർത്താം. നമുക്ക് ടോപ്പിക്സ് ഒക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു റിവിഷൻ ഒക്കെ തുടങ്ങാം. അതാണ് കേട്ടോ, നമ്മൾ സ്ലോയിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ആവില്ല. ഫ്രം എ സർക്കുലർ ഷീറ്റ് ഓഫ് റേഡിയസ് 4 സെന്റിമീറ്റർ. അപ്പം തന്നിട്ടുണ്ടല്ലേ റേഡിയസ്. ഞാൻ ഗിവൺ ഡേറ്റ അപ്പം തന്നെ എഴുതി പഠിപ്പിക്കുന്നത്. നിങ്ങൾ അങ്ങനെ എഴുതി പഠിച്ചാലേ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. r is equal to 4 സെന്റിമീറ്റർ. ഓക്കെ, എന്ത് റേഡിയസ്? റേഡിയസ് ഓഫ് ഷീറ്റ്. ഇനി എന്താണ് പറഞ്ഞത്? എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ഈസ് റിമൂവ്ഡ്. അപ്പം മക്കൾ നോക്കിക്കേ, എൻ്റെ കയ്യിൽ ഒരു സർക്കുലർ ഷീറ്റ് ഇതുണ്ടായിരുന്നേ, യെല്ലോ കളറിലെ സർക്കിൾ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് 3 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ എടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞതേ. ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ എന്ത് ഷേപ്പായി? നമ്മുടെ ഉഴുന്നുവടയൊക്കെ ഇല്ലയോ? ഉഴുന്നുവടയൊക്കെ പോലെ ഇല്ലേ? കാര്യം മൊത്തത്തിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ നടുഭാഗം എടുത്തും കളഞ്ഞു. അപ്പോൾ കിട്ടിയ ഷേപ്പ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. നമ്മുടെ ഒരു വടയില്ലേ, വടയുടെയൊക്കെ ഷേപ്പ് പോലെ. അപ്പോൾ റേഡിയസ് ഓഫ് ഷീറ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പുതിയ പറഞ്ഞ റേഡിയസിനെ കൂടെ ഒന്ന് എഴുതി വെക്കാം. റേഡിയസ് ഓഫ് എന്താണ്? എന്തിന്റെ റേഡിയസ് ആണത്? റേഡിയസ് ഓഫ് എന്ത്? സർക്കിൾ റിമൂവ്ഡ് അല്ലേ? റേഡിയസ് ഓഫ് എന്താണ്? വെറും റേഡിയസ് അല്ല. ആദ്യത്തത് ഷീറ്റിന്റെ റേഡിയസ് ആണെന്ന് പറഞ്ഞെങ്കിൽ രണ്ടാമത്തത് റിമൂവ് ചെയ്യപ്പെട്ട റേഡിയസ്. അപ്പൊ എന്താണ്? റേഡിയസ് ഓഫ് റിമൂവ്ഡ് സർക്കിൾ. റിമൂവ്ഡ് സർക്കിൾ എന്താണ്? 3 സെന്റിമീറ്റർ അല്ലേ? ഫൈൻഡ് ദ ഏരിയ ഓഫ് റിമൈനിങ് ഷീറ്റ്. മക്കളെ ഇതേപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ റെക്ടാങ്കിളിൽ പഠിച്ചു, ഓർമ്മയുണ്ടോ? ഒരു വോളിലൊരു ഡോറ്, എന്നിട്ട് എത്രമാത്രം പെയിന്റ് അടിക്കുന്നു. പെയിന്റ് അടിക്കുന്ന പ്രോബ്ലം ഏരിയ റിലേറ്റഡ് ആണ്, നമ്മളോട് ചോദിച്ചു, നമുക്കറിയാം. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് തന്നെ. ഇതെന്താണ് അവിടെ ചെയ്തതെന്ന് ഓർത്ത് നോക്കി. ആദ്യം നമ്മൾ പുറമേയുള്ള ഷേപ്പിൻ്റെത് കണ്ടുപിടിച്ചു, അതായത് വോളിന്റെ മൊത്തം കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഡോറിന്റെ ഏരിയ കണ്ടുപിടിച്ചു. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്തു. അതേ ലോജിക്ക് ആദ്യം നമ്മൾ പുറമേയുള്ള സർക്കിളിന്റെ റേഡിയസ്, അതായത് ഏരിയ ഓഫ് ഷീറ്റ്, സർക്കുലർ ഷീറ്റിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാ. ഇതിനെ ഞാൻ ആർ താഴെ എസ് എന്നിടുവാണേ. ആർ എസ് എന്ന് വെച്ചാൽ ഷീറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ ഞാൻ ആർ എന്നിടുക. റിമൂവ്ഡ് എന്ന് കാണിക്കാൻ വേണ്ടി. മക്കൾ ഇടണമെന്നില്ല, R1 ഉം 2 എന്നും എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഏരിയ ഓഫ് ഷീറ്റ് എത്ര? 5 ഇൻറ്റു എന്ത്? R സ്ക്വയർ. R എത്ര മക്കളെ ഇവിടെ? 4 ഇൻറ്റു 4. അവർ പറഞ്ഞു കേട്ടോ പൈക്ക് എന്ത് വില കൊടുക്കാൻ? 3.14 കൊടുക്കാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിൽ കൂടെ 3.14 ഇൻറ്റു എത്ര? 4 ഇൻറ്റു 4 16 ആണ്. 3.14 ഇൻറ്റു 16 എങ്ങനെ ചെയ്യും? ആദ്യം പോയിന്റ് ഇല്ലാതെ ചെയ്യുക. എത്ര കിട്ടി? 6ഉം 4ഉം കൂടെ ചെയ്യുമ്പോൾ 24. ഇവിടെ 2 6 6ഉം 2ഉം കൂടെ ആകുമ്പോൾ 8. 6 3s are 80. 1 കൊണ്ട് ചെയ്യുമ്പോൾ 4 1 3. എത്ര കിട്ടും? ഇവിടെ 4 കിട്ടും, ഇവിടെ 2 കിട്ടും, ഇവിടെ 0 കിട്ടും, ഇവിടെ 3 1 4 4 1 5 5020 എന്ന് കിട്ടും. അപ്പോഴാ ഓർക്കുന്നത് എത്ര സ്ഥാനം മാറ്റി കുത്തുണ്ടായിരുന്നു? 2 സ്ഥാനം മാറ്റി, 2 പ്ലേസ് മാറ്റി ഡോട്ടിട്. അപ്പൊ എത്ര കിട്ടി? ആൻസർ 50.24 എന്ത് സെന്റിമീറ്ററിലായിരുന്നു. ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ ആണോ? അല്ല, സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയ ഓഫ് ഷീറ്റ് കിട്ടിയില്ലേ? അടുത്ത എന്ത് ചെയ്യാം? ഏരിയ ഓഫ് റിമൂവ്ഡ് സർക്കിൾ. റിമൂവ്ഡ് സർക്കിളിന്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് എന്ത്? റിമൂവ്ഡ് സർക്കിൾ. ഏരിയ ഓഫ് റിമൂവ്ഡ്
സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ അല്ലേ? വെറും ആറാണോ? അല്ല, റിമൂവ്ഡിന്റെ റേഡിയസ് എടുക്കണം. എത്ര? 3. പൈ ഇൻറ്റു 3 ഇൻറ്റു 3. പൈയുടെ വാല്യൂ എത്ര എടുക്കാൻ അവർ പറഞ്ഞേ? 3.14 ഇൻറ്റു 3 ഇൻറ്റു 3 എത്ര മക്കളെ? 9. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോഴും പോയിന്റ് ഇല്ലാതെ എടുക്കുക. 314 ഇൻറ്റു 9 മൾട്ടിപ്ലൈ ചെയ്ത് 9 4s are എത്രയാണ്? 36. ഇവിടെ ഒരു 3. 9 1 9. 9 3 കൂടെ ആകുമ്പോൾ 12. ഇവിടെ ഒരു 1 വന്നു. 9 3s are 27. 27 പ്ലസ് 1 എത്ര? 28. എത്ര പ്ലേസ് മാറ്റി ഡോട്ട് ഇടണം? 2 പ്ലേസ് മാറ്റി. അതായത് 28.26 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണോടാ? അപ്പൊ ഏരിയ ഓഫ് ഷീറ്റും കിട്ടി, ഏരിയ ഓഫ് റിമൂവ്ഡ് സർക്കിളും കിട്ടി. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? റിമൈനിങ് ഏരിയ ഇസ് ഈക്വൽ ടു ആ വലിയ സർക്കിളിൻ്റെതേ മൈനസ് ചെറുത്. വലുതാരാ? ഷീറ്റ് ആണ് അല്ലേ? ഏരിയ ഓഫ് ഷീറ്റ് മൈനസ് ഏരിയ ഓഫ് റിമൂവ്ഡ് സർക്കിൾ. ഏരിയ ഓഫ് റിമൂവ്ഡ് സർക്കിൾ. ഓക്കെ. ഏരിയ ഓഫ് ഷീറ്റ് എത്ര മക്കളെ? 50.24. എത്രയാണ്? അതായത് 50.24 മൈനസ് ഏരിയ ഓഫ് സർക്കിൾ എത്ര? 28.26. സബ്ട്രാക്ട് ചെയ്തേ. 50.24 മൈനസ് 28.26. 4 ന് 6 പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇത് 14 ഇവിടെ ഇപ്പോൾ 1. 14 ന് 6 പോയാൽ എത്ര? 1 ന് 2 പോവോ? ഇല്ല. അപ്പോൾ ഇവിടുന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടുന്ന് എടുത്ത്. അപ്പോൾ ഇത് 4. അപ്പോൾ ഇത് 10. ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇത് 9. ഇങ്ങോട്ട് എടുത്തപ്പോൾ ഇതെന്തായി? 11. 11 ന് 2 പോയാൽ എത്ര? 9. 9 മൈനസ് 8 എത്ര? 1. 4 മൈനസ് 2 എത്ര? 2. എത്ര കിട്ടി? 21.98. ഞാൻ പഠിപ്പിക്കണ്ടല്ലോ സബ്ട്രാക്ട് ചെയ്യാൻ. ഫ്രാക്ഷൻ സബ്ട്രാക്ഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇത്രയും എന്ത്? സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ എന്നാ ചെയ്തത് മക്കൾ നോക്കിക്കോ. നമുക്ക് പുറമേയുള്ള സർക്കിളിൻ്റെ റേഡിയസ് അറിയാം, അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. റിമൂവ് ചെയ്തതിൻ്റെ റേഡിയസ് അറിയാം, അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ബാലൻസ് എത്ര ഉണ്ടെന്നല്ലേ അറിയണ്ടേ? എന്ത് ചെയ്തു? വലുതിൽ നിന്ന് ചെറുത് കുറച്ചു, അല്ലെങ്കിൽ ടോട്ടൽ ഷീറ്റിൽ നിന്ന് റിമൂവ് പോർഷൻ സബ്ട്രാക്ട് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ. എന്തുകൊണ്ടാണ് 3.14 എടുത്തത്? ഇവരിവിടെ പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 22/7 എടുത്താലും കുഴപ്പമില്ലായിരുന്നു. മനസ്സിലായോ മക്കളെ? ഓക്കെ.